നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ഭക്ഷണങ്ങളിലും കൂടാതെ തന്നെ ധാരാളം ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ ആൻറ്റി ബാക്ടീരിയലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ കുറച്ച് ഈ വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ട് നമ്മൾ നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ നമ്മളെ തലവേദന മാറി കിട്ടുന്നതാണ്. പിന്നെ കൂടാതെ ഇത് ജോയിൻറ്റ് പെയിന് ഇത് അരച്ചിട്ട് നമ്മൾ വേദനയുള്ള ഭാഗത്ത് വെച്ച് കെട്ടുകയാണെങ്കിൽ വേദന കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ വേദനയുടെ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിലും ഈ വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് ഒരു 5 ഗ്രാം വെളുത്തുള്ളി എടുക്കുക. അതിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലും അതേ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഒരു പാൽ കഷായം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗ്യാസ് കുറയ്ക്കുന്നതിനും വയറിലുണ്ടാകുന്ന ബ്ലോട്ടിങ് ഇല്ലാതിരിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ പൈൽസിന് വളരെയധികം നല്ലതാണ്. ഈ ഫിഷർ, ഫിസ്റ്റുല എല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതച്ചിട്ട് അടിവയറിൽ പുരട്ടുകയാണെങ്കിൽ ഈ വയറിലുണ്ടാകുന്ന വേദന കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി. അപ്പോൾ ഇത് ചതച്ചിട്ട് നമ്മൾ നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ പല്ലുവേദന ഉള്ള ഭാഗത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ വേദന കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതുപയോഗിച്ചിട്ട് ഒരുപാട് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അഷ്ടവർഗം കഷായം, ധനധനയനാദി കഷായം, കൂടാതെ രസോനാദി കഷായം, ഇതിലെല്ലാം പ്രധാന ഒരു ചേരുവയാണ് ഈ വെളുത്തുള്ളി. വാതരോഗങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി. വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. കൂടാതെ ഇത് നമ്മുടെ ഞരമ്പുകളിലുള്ള ബ്ലോക്കൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ഡിസീസിന് ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് വെളുത്തുള്ളി ലേഹ്യമാക്കിയിട്ട് പാകം ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്.